മൂവാറ്റുപുഴ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും നഗരസഭാ ചെയർപേഴ്സന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും നഗരസഭാ ജീവനക്കാരോടുള്ള പ്രതികാര നടപടിക്കുമെതിരെ ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബിജെപി ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ബിജെപി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചു, പുതിയ ഭരണത്തിന് വേണ്ടി പുതിയ കെട്ടിടം പണിതു, അതിന്റെ പണികളെല്ലാം പൂർത്തിയാക്കി, അതിന് പണം അനുവദിച്ചു. പക്ഷേ ആ പണം വകമാറ്റി ചെലവാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതി പുറകോട്ട് പോയത്. ഇവിടെ കമ്മിറ്റി കൂടിയപ്പോ ബഹുമാനിയായിട്ടുള്ള ചെയർപേഴ്സൺ പറഞ്ഞു, കിഫ്ബി വഴി 1 കോടി രൂപയുടെ പദ്ധതിയാണ് ആ പൊതുശ്മശാനത്തിന് അനുവദിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അത് വരുന്നതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. വേറൊരു കാര്യം കൂടി ചെയർപേഴ്സൺ പറഞ്ഞു, ഞങ്ങൾ ഭരണത്തിൽ വന്നിട്ട് 2 ദിവസമാണ് ആ ശ്മശാനം അടച്ചിട്ടത്. അപ്പൊ ഞാൻ ചെയർപേഴ്സണോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 5 വർഷവും മൂവാറ്റുപുഴ നഗരസഭ ഭരിച്ചത് UDFന്റെ മുന്നണിയാണ്. ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത്. ആ ഭരണത്തിന്റെ തുടർച്ചയല്ല ഈ ഭരണമെങ്കിൽ ചെയർപേഴ്സൺ വ്യക്തമാക്കണം. ആ ഭരണവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വ്യക്തമാക്കണം. കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രപ്പോസൽ പോയിട്ടുള്ള ഫണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന 1 കോടി രൂപയെങ്കിൽ അത് കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയല്ലാത്ത ഈ ഭരണസമിതിക്ക് യാതൊരു അവകാശവുമില്ല അത് പറയുവാൻ. കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പോയിട്ടുള്ള പ്രപ്പോസലാണ്. അതിന്റെ യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കാതെ ഇപ്പോഴും അത് അട്ടത്ത് തന്നെ വെച്ചുകൊണ്ടാണ് ഒരു കമ്മിറ്റി വിളിച്ച് ആ കമ്മിറ്റിയിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇവിടെ ഭരണസമരം എന്ന് പറയുന്നത് വെറുതെയാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ ജീവനക്കാർ ഒന്നടങ്കം ഇറങ്ങി നിന്നുകൊണ്ട് ഈ ഗേറ്റിനകത്ത് സമരം നടത്തി. എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? ഞങ്ങൾ കുറെ കാലമായി നിരവധിയായിട്ടുള്ള നഗരസഭകളിലും പഞ്ചായത്തുകളിലും ജോലി ചെയ്തു വരുന്ന ആളുകളാണ്. അവിടെയൊന്നും ഇല്ലാത്ത തരത്തിലാണ് മൂവാറ്റുപുഴ നഗരസഭയില് ഈ ഭരണകർത്താക്കന്മാർ ഞങ്ങളോട് കാണിക്കുന്നത്. ആ വിവേചനം അവസാനിപ്പിക്കണമെന്ന് BJPക്ക് പറയാനുള്ളത്. അധികാരമേറ്റിട്ട് ഏതാണ്ട് 4 മാസത്തോളം മാത്രമാണ് ആയിട്ടുള്ളൂ. ഈ 4 മാസത്തിൽ 6 or 7 തവണ ഈ പരിസരത്ത് തന്നെ പ്രതിഷേധ യോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. അതിൽ ആദ്യമായിട്ട് കൗൺസിൽ അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നഗരസഭയുടെ പൊതുശ്മശാനവുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലർമാരായ ഞാനും ശ്രീ ജയകൃഷ്ണനും ഇവിടെ ഒരു ധർണ നടത്തുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് PU ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SC മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. അവിടുത്തെ പ്രതിപക്ഷത്തെ യാതൊരു രീതിയിലും മുഖവിലിക്കെടുക്കാതെ, ആ നാട്ടിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ തന്നിഷ്ടക്കാരിയായിട്ട് ഭരിക്കുമ്പോൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങള് അവരെ ഒരു പട്ടിക്കുഞ്ഞിനെ എടുത്തു മാറ്റി വെക്കുന്ന പോലെ അവരെ എടുത്തു മാറ്റി കളഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചു. ഇവിടെ സംബന്ധിച്ച് ഇവരുടെ സംവിധാനം വെച്ച് 2 പിന്നെ ഓരോ വർഷം കഴിയുമ്പോൾ ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ പൊതുജന ജില്ലാ സെൽ കോർഡിനേറ്റർ KK അനീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ, കർഷക മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് BC ഷാബു, വൈസ് പ്രസിഡന്റ് രഘുനാഥ പിള്ള, നഗരസഭാ കൗൺസിലർ G മനോജ്, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി രാജേഷ് മാന്തോട്ടം, മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് കാവന, സെക്രട്ടറിമാരായ ചെറിയാൻ ഇടമന, C സജികുമാർ, വിൽസൺ മത്തായി, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജബ്ബാർ മുണ്ടക്കൽ, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് സജികുമാർ, ജില്ലാ മീഡിയ കോ കൺവീനർ വിദ്യാ വേണു, അനൂപ് KS, പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.